വന്നത് പിണറായി വിജയനെതിരെയാണോ? അങ്ങനെ നരേന്ദ്രമോദി പറയുമ്പോഴത്തേക്ക് ഓടി വരാൻ പറ്റുന്ന ഒരു ഏജൻസിയാണോ ഇ ഡി? നമുക്കറിയാം, ഇവിടെ സഖാക്കൾ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് പിണറായി വിജയന്റെ വീട് റെയ്ഡ് ചെയ്തതിനു ശേഷം ഒന്നും കിട്ടിയില്ല എന്ന് എഴുതി കൊടുത്തുകൊണ്ട് ഇ ഡി പോയി എന്നാണ്. എന്നാൽ യഥാർത്ഥത്തിൽ സംഭവിച്ചത് അതാണോ? ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറയുന്നത് ഇ ഡി നേരത്തെ വിളിച്ചു പറയാതെയാണ് റെയ്ഡ് നടത്തിയെന്നാണ്. സാധാരണ ഇ ഡി അങ്ങനെ തന്നെയാണ് റെയ്ഡ് ചെയ്യുന്നത്. അല്ലാതെ നേരത്തെ വിളിച്ച് ഞങ്ങൾ അങ്ങോട്ട് വന്നോട്ടെ, അല്ലെങ്കിൽ വരുന്നുണ്ട്, കുഴപ്പമുണ്ടോ, ഞങ്ങൾ അങ്ങോട്ട് പോവാണ് കേട്ടോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കള്ളന്മാർക്ക് ഒളിക്കാൻ ഭയങ്കര എളുപ്പമല്ലേ? പിണറായി വിജയൻ എന്ന് പറയുന്ന 80 വയസ്സിന് മുകളിലുള്ള ഒരു വ്യക്തിയെ, അതും കേരളം എന്ന ഇട്ടാവട്ടത്തിനകത്ത് മാത്രം നിൽക്കുന്ന ഒരു ഓഞ്ഞ പാർട്ടിയുടെ നേതാവിനെ കുടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ തളർത്താൻ വേണ്ടി മോദി ചെയ്യുന്നതാണ് എന്ന് നിങ്ങൾക്ക് ഇപ്പോഴും തോന്നുന്നുണ്ടോ? മുൻ മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും പരിസ്ഥിതി വകുപ്പ് കൈകാര്യം ചെയ്ത മന്ത്രിയൊക്കെ ആയിരുന്ന പിണറായി വിജയന്റെ വീട്ടിൽ നടന്ന ഇ ഡി റെയ്ഡ് ആണല്ലോ 2 ദിവസമായിട്ട് കേരളത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ഒരു സംഗതി. സഖാക്കളെല്ലാം പറയുന്നത് പിണറായി വിജയനെ ടാർഗറ്റ് ചെയ്ത് മോദിയും അമിത്ഷായും കൂടി നടത്തിയ ഒരു നാടകമാണ്, രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു സംഗതിയാണ് ഈ ഇ ഡി റെയ്ഡ്. ഇതും പറഞ്ഞുകൊണ്ടാണ് മൊത്തം നേതാക്കള് ഇവിടെ ബേക്കറി ജംഗ്ഷനിൽ, തിരുവനന്തപുരം ബേക്കറി ജംഗ്ഷനിലെ നിരത്തിലിറങ്ങി പ്രതിഷേധിച്ചതും. MA ബേബിയും വൃന്ദ കാരാട്ട് അടക്കമുള്ള നേതാക്കള് ഡൽഹിയിൽ പോയി പ്രതിഷേധിച്ച് അവിടെ നിന്ന് പോലീസിന്റെ അടികൊള്ളേണ്ടി വന്നതും. എന്നാൽ യാഥാർത്ഥ്യം എന്താണ്? ഇ ഡി വന്നത് പിണറായി വിജയനെതിരെയാണോ? അങ്ങനെ നരേന്ദ്രമോദി പറയുമ്പോഴത്തേക്ക് ഓടി വരാൻ പറ്റുന്ന ഒരു ഏജൻസിയാണോ ഇ ഡി? ഞാൻ ഈ സംസാരിക്കുന്നത് അന്തംഗമികൾക്ക് വേണ്ടിയല്ല, സാധാരണ ജനങ്ങൾക്ക് വേണ്ടിയാണ്. ഈ കേസിന്റെ സത്യാവസ്ഥ എത്രത്തോളമാണ് എന്ന് നിങ്ങൾ അറിയേണ്ടതുണ്ട്. ഇ ഡി റെയ്ഡ് ചെയ്തതിന് ശേഷം ഉണ്ടായ നടപടികൾ എന്തൊക്കെയാണ്? നമുക്കറിയാം, ഇവിടെ സഖാക്കൾ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് പിണറായി വിജയന്റെ വീട് റെയ്ഡ് ചെയ്തതിന് ശേഷം ഒന്നും കിട്ടിയില്ല എന്ന് എഴുതി കൊടുത്തുകൊണ്ട് ഇ ഡി പോയി എന്നാണ്. എന്നാൽ യഥാർത്ഥത്തിൽ സംഭവിച്ചത് അതാണോ? ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത ഏകദേശം 242ഓളം ബാങ്ക് അക്കൗണ്ടുകൾ ഇ ഡി മരവിപ്പിച്ചു എന്നും 18 കോടിയോളം രൂപയും ഇ ഡി മരവിപ്പിച്ചു എന്നാണ്. ഇതിൽ വീണ വിജയന്റെ എക്സാലോജിക്കിന്റെ ബാങ്ക് അക്കൗണ്ടുകളും പേഴ്സണൽ ബാങ്ക് അക്കൗണ്ടുകളും ഉൾപ്പെട്ടിട്ടുണ്ട്. അവരുടെ അക്കൗണ്ടിൽ ഉണ്ടായിരുന്ന ഏകദേശം 1.5 കോടിയോളം രൂപയും മരവിപ്പിച്ചിട്ടുണ്ട്. ഒന്നും കിട്ടാതെയാണോ? എന്താണ് സഖാക്കൾ ഈ പ്രചരിപ്പിക്കുന്ന വാർത്തയുടെ യാഥാർത്ഥ്യം? ഞാൻ എയിൽ നിന്നും ഒരു ചെറിയ കാര്യം വായിക്കാം. അത് രാഷ്ട്രീയപരമായ ഒരു പ്രചാരണം മാത്രമാണ്, നിയമപരമായി തെറ്റായ കാര്യമാണ്. റെയ്ഡിന് ശേഷം ഒന്നും കണ്ടെത്തിയില്ല എന്ന് ഇ ഡി ഒപ്പിട്ട് നൽകി എന്ന വാദം നിയമപരമായ നടപടിക്രമങ്ങളെ തെറ്റായി വ്യാഖ്യാനിക്കുന്നത് കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. ഇതിന്റെ പിന്നിലെ യഥാർത്ഥ വസ്തുതകൾ താഴെ പറയുന്നവയാണ്. മഹസർ എന്നാൽ എന്താണ്? ഒരു റെയ്ഡ് നടക്കുമ്പോൾ ഇ ഡി ഉദ്യോഗസ്ഥർ അവിടെയുള്ള രേഖകളും വസ്തുക്കളും പരിശോധിച്ച് എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ ഉള്ളതെന്നും അതിൽ നിന്ന് പിടിച്ചെടുക്കുന്ന സീസ് ചെയ്യുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്നും കൃത്യമായി രേഖപ്പെടുത്തുന്ന ഔദ്യോഗിക രേഖയാണ് മഹസർ. റെയ്ഡ് അവസാനിക്കുമ്പോൾ വീട്ടിലുള്ളവർക്കും ഇ ഡി ഉദ്യോഗസ്ഥർക്കും സാക്ഷികൾക്കും ഈ മഹസറിൽ ഒപ്പിടേണ്ടതുണ്ട്. ഈ മഹസറിന്റെ കോപ്പി വീട്ടുകാർക്ക് നൽകുന്നത് ഞങ്ങൾ റെയ്ഡ് പൂർത്തിയാക്കി ഈ വക സാധനങ്ങൾ കൊണ്ടുപോകുന്നു എന്ന് ഔദ്യോഗികമായി അവരെ അറിയിക്കാനാണ്, അല്ലാതെ കേസിൽ ഒന്നും കിട്ടിയില്ല അല്ലെങ്കിൽ പ്രതി നിരപരാധിയാണ് എന്ന് സാക്ഷ്യപ്പെടുത്താനല്ല. കേട്ടല്ലോ, എന്താണ് മഹസർ? റെയ്ഡിലൊന്നും കിട്ടിയില്ല എന്നും പറഞ്ഞ പിണറായി തമ്പുരാന്റെ മുന്നിൽ എഴുതി ഒപ്പിട്ട് പോകേണ്ട ആ ഒരു സാഹചര്യമോ ഗതികേടോ ഒന്നും ഇ ഡി ഓഫീസേഴ്സിനില്ല. അവരെ മഹസറിൽ രേഖപ്പെടുത്തേണ്ടത് എന്താണോ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി റെയ്ഡിൽ എന്തെങ്കിലും കിട്ടിയോ? അതേക്കുറിച്ചും ഞാൻ വായിക്കാം. ഇ ഡി പുറത്തുവിട്ട ഔദ്യോഗിക വാർത്താക്കുറിപ്പുകൾ പ്രകാരം റെയ്ഡിൽ ഒന്നും കിട്ടാതിരുന്നിട്ടില്ല, മറിച്ച് താഴെ പറയുന്ന കാര്യങ്ങൾ അവർ വ്യക്തമാക്കിയിട്ടുണ്ട്. രേഖകൾ പിടിച്ചെടുത്തു. വീണ വിജയന്റെ ബാങ്ക് സ്ഥിര നിക്ഷേപ രേഖകൾ, മറ്റ് ചില ഡിജിറ്റൽ തെളിവുകൾ, വ്യാജരേഖകൾ, അക്കൗണ്ട് വിവരങ്ങൾ എന്നിവ റെയ്ഡിൽ പിടിച്ചെടുത്തിട്ടുണ്ട്. അക്കൗണ്ടുകൾ മരവിപ്പിച്ചു. റെയ്ഡിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെയും രേഖകളുടെയും അടിസ്ഥാനത്തിലാണ് വീണ വിജയന്റെ HDFC ബാങ്ക് അക്കൗണ്ടിലെ സ്ഥിര നിക്ഷേപവും CMRLുമായി ബന്ധപ്പെട്ട 242 അക്കൗണ്ടുകളിലെ 18.36 കോടി രൂപയും മരവിപ്പിച്ചു. എന്താണ് ഇതിനർത്ഥം? ഇ ഡിക്ക് വേണ്ടത് എന്താണോ അതെല്ലാം തന്നെ ഇ ഡിക്ക് ഈ റെയ്ഡുകളിൽ നിന്നും കിട്ടിയിട്ടുണ്ട്. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറയുന്നത് ഇ ഡി നേരത്തെ വിളിച്ചു പറയാതെയാണ് റെയ്ഡ് നടത്തിയെന്നാണ്. സാധാരണ ഇ ഡി അങ്ങനെ തന്നെയാണ് റെയ്ഡ് ചെയ്യുന്നത്. അല്ലാതെ നേരത്തെ വെച്ച് ഞങ്ങൾ അങ്ങോട്ട് വന്നോട്ടെ, അല്ലെങ്കിൽ വരുന്നുണ്ട്, കുഴപ്പമുണ്ടോ, ഞങ്ങൾ അങ്ങോട്ട് പോവാണ് കേട്ടോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കള്ളന്മാർക്ക് ഒളിക്കാൻ ഭയങ്കര എളുപ്പമല്ലേ? അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു സംഗതി ഒഴിവാക്കിക്കൊണ്ട് കൃത്യമായി എല്ലാ കേന്ദ്രങ്ങളിലും രാവിലെ 7 മണി മുതൽ അപ്രതീക്ഷിതമായി റെയ്ഡ് നടത്തി ഈ പറയുന്ന എല്ലാ ബഹളങ്ങളെയും അതിജീവിച്ച് എടുക്കേണ്ടത് എടുത്തുകൊണ്ട് അവർ പോയിട്ടുണ്ട്. ഏതൊക്കെ ഏജൻസികളാണ് സത്യത്തിൽ ഈ കേസിന്റെ പിന്നിലുള്ളതെന്ന് നിങ്ങൾക്കറിയാമോ? ഈ പറയുന്നത് മോദി അല്ലെങ്കിൽ അമിത്ഷാ എന്നൊക്കെ പറഞ്ഞ് ജനങ്ങളെ പറ്റിക്കാൻ എളുപ്പമാണ്. ആദ്യമായി ഇവിടെ ഒരു വലിയ ഗുരുതരമായിട്ടുള്ള കള്ളപ്പണം ഇടപാട് നടന്നിട്ടുണ്ട് എന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് ആദായ നികുതി വകുപ്പാണ്, അതായത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ്. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് കണ്ടുപിടിച്ചത് ഇത്രയുമാണ്: CMRL അവരുടെ ആദായ നികുതി കുറച്ച് കാണിക്കാൻ വേണ്ടിയിട്ട് ഫ്രോഡ് രേഖകൾ ഉണ്ടാക്കി എന്നുള്ളതാണ്. അത് കൂടാതെ വീണയുടെ എക്സാലോജിക് എന്ന് പറയുന്ന കമ്പനിയിലേക്ക് അവര് ഫണ്ട് അയച്ചിട്ടുണ്ട്. ആ ഫണ്ട് എന്തിനുള്ളതാണ്, അതിന്റെ സോഴ്സ് എന്താണ്, ഇത് ഇൻകം ടാക്സിന് കിട്ടിയിട്ടില്ല. അപ്പൊ ഇത് സസ്പീഷ്യസ് ആണ് എന്ന് പറഞ്ഞിട്ടാണ് ആദ്യത്തെ പരാതി പോകുന്നത്.
അവിടെ നിന്നും ഇത് കോടതിയിലേക്ക് എത്തിയ കാര്യമൊക്കെ നിങ്ങൾക്കറിയാം. രണ്ടാമതായി മറ്റൊരു ഏജൻസി കൂടി ഇതിൽ ഇൻവോൾവ് ആയിട്ടുണ്ട്. അതാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്ന ഏജൻസി SFIO. SFIO ഇവിടെ വന്നത് BJP നേതാവായ ഷോൺ ജോർജ് SFIO അന്വേഷണം വേണം, ഈ ഒരു കാര്യത്തിൽ സീരിയസ് ആയിട്ടുള്ള തട്ടിപ്പുകൾ നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഹൈക്കോടതിയിൽ പോയതിനെ തുടർന്നാണ്. SFIO അന്വേഷണം ഒക്കെ നടത്തിയൊന്നുമില്ല, അതൊക്കെ അങ്ങ് പോയി എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? അല്ല, SFIO അന്വേഷിച്ചിട്ടുണ്ട്, കൃത്യമായ തെളിവുകൾ കിട്ടിയിട്ടുണ്ട്, വലിയൊരു കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട്. ആ കുറ്റപത്രം അടക്കം ആധാരമാക്കി വെച്ചിട്ടാണ് ED ഇപ്പോൾ റെയ്ഡിന് വന്നത്. അതുകൂടി EDക്ക് ഒരു തെളിവാണ്. എന്തൊക്കെയാണ് SFIO കുറ്റപത്രത്തിൽ അവർ കണ്ടുപിടിച്ച വിവരങ്ങൾ? ഞാനൊന്ന് വായിക്കാം. എക്സാലോജിക് CMRL മാസപ്പടി കേസിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയനെതിരെയുള്ള അതീവ ഗുരുതരമായ കണ്ടെത്തലുകളാണ് SFIO തങ്ങളുടെ അന്തിമ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അന്വേഷണത്തിൽ SFIO കണ്ടെത്തിയ പ്രധാന വിവരങ്ങൾ താഴെ പറയുന്നവയാണ്. 1. 2.78 കോടി രൂപ കൈപ്പറ്റി, തുക ഉയർന്നു. ആദായ നികുതി വകുപ്പ് ആദ്യം കണ്ടെത്തിയത് 1.72 കോടി രൂപയുടെ ഇടപാടായിരുന്നു. എന്നാൽ SFIO നടത്തിയ സമഗ്രമായ ബാങ്ക് അക്കൗണ്ട് പരിശോധനയിൽ 2016 മുതൽ 2021 വരെയുള്ള കാലയളവിൽ ആകെ 2.78 കോടി രൂപ വീണ വിജയനും അവരുടെ കമ്പനിയും കൈപ്പറ്റിയതായി കണ്ടെത്തി. ഇതിൽ 2.07 കോടി രൂപ വീണ വിജയന് വ്യക്തിപരമായി നേരിട്ടും 71 ലക്ഷം രൂപ അവരുടെ എക്സാലോജിക് കമ്പനിയുടെ അക്കൗണ്ടിലേക്കുമാണ് CMRL കൈമാറിയത്. 2. പ്രത്യേകിച്ച് ഒരു സേവനവും നൽകിയില്ല. സോഫ്റ്റ്വെയർ സേവനങ്ങൾ നൽകിയതിനാണ് ഈ തുക നൽകിയതെന്നാണ് വീണയും CMRLും അവകാശപ്പെട്ടിരുന്നത്. എന്നാൽ ഇതിനായി യാതൊരുവിധ IT സേവനങ്ങളോ കൺസൾട്ടൻസിയോ എക്സാലോജിക് കമ്പനി നൽകിയിട്ടില്ല എന്ന് SFIO സ്ഥിരീകരിച്ചു. പണം നൽകിയതുമായി ബന്ധപ്പെട്ട് ഇരു കമ്പനികളും തമ്മിൽ നടത്തിയ ഇമെയിൽ സന്ദേശങ്ങൾ SFIO പരിശോധിച്ചപ്പോൾ അവയെല്ലാം പണം കൈമാറുന്നതിനെ കുറിച്ച് മാത്രമുള്ളതായിരുന്നു. അല്ലാതെ എന്ത് ജോലി ചെയ്തു എന്നതിനെ കുറിച്ച് യാതൊരു വിവരവും അതിലില്ലായിരുന്നു. 3. അടച്ചുപൂട്ടിയ കമ്പനിക്കും പണം നൽകി. വീണ വിജയന്റെ എക്സാലോജിക് കമ്പനി പിന്നീട് പ്രവർത്തനം നിർത്തിവെച്ചിരുന്നു. എന്നാൽ കമ്പനി അടച്ചുപൂട്ടിയ ശേഷവും CMRLന്റെ സഹോദര സ്ഥാപനങ്ങളിൽ നിന്നും മറ്റും വായ്പയായും അല്ലാതെയും എക്സാലോജിക്കിലേക്ക് പണം ഒഴുകിയതായി റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. 4. മറ്റ് IT കമ്പനികളെക്കാൾ 75 മടങ്ങ് അധികം തുക. CMRL കമ്പനി യഥാർത്ഥ IT സേവനങ്ങൾക്കായി ATNA ടെക്നോളജീസ് എന്ന മറ്റൊരു കമ്പനിയുമായി കരാറുണ്ടാക്കിയിരുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ ജോലി ചെയ്ത ആ കമ്പനിക്ക് നൽകിയ തുകയേക്കാൾ 75 മടങ്ങ് അധികം തുകയാണ് പ്രത്യേകിച്ച് ഒരു പണിയും ചെയ്യാതിരുന്ന വീണ വിജയന്റെ എക്സാലോജിക് കമ്പനിക്ക് CMRL നൽകിയതെന്ന് SFIO കണ്ടെത്തി. 5. വ്യാജ കൂടിക്കാഴ്ച വാദങ്ങൾ. CMRL ഉടമ ശശിധരൻ കർത്തയുമായി നേരിട്ട് കൂടിക്കാഴ്ച നടത്തിയാണ് ബിസിനസ് കരാർ ഉണ്ടാക്കിയതെന്ന് വീണ വിജയൻ മൊഴി നൽകിയിരുന്നു. എന്നാൽ ഇങ്ങനെ ഒരു കൂടിക്കാഴ്ച നടന്നതിനോ കരാറിൽ ഏർപ്പെട്ടതിനോ ഉള്ള യാതൊരുവിധ രേഖകളും തെളിവുകളും ഹാജരാക്കാൻ അവർക്കായില്ല. അതുകൊണ്ട് തന്നെ വീണയുടെ മൊഴികൾ വിശ്വസനീയമല്ലെന്നും SFIO റിപ്പോർട്ടിൽ പറയുന്നു. 6. കോർപ്പറേറ്റ് തട്ടിപ്പ്. സെക്ഷൻ 447. വെറും ഒരു സാമ്പത്തിക ഇടപാടല്ല ഇത്, മറിച്ച് ബോധപൂർവം കമ്പനി നിയമങ്ങൾ ലംഘിച്ച് നടത്തിയ വൻ കോർപ്പറേറ്റ് തട്ടിപ്പാണെന്ന് SFIO വിലയിരുത്തി. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കടുത്ത ശിക്ഷ ലഭിക്കാവുന്ന കമ്പനീസ് ആക്ടിലെ സെക്ഷൻ 447 പ്രകാരമുള്ള കുറ്റങ്ങൾ ചുമത്തി SFIO കോടതിയിൽ ഔദ്യോഗിക കുറ്റപത്രം സമർപ്പിച്ചത്. ചുരുക്കത്തിൽ വീണ വിജയൻ ഒരു സേവനവും നൽകാതെ 2.78 കോടി രൂപ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് കൈപ്പറ്റി എന്നതിന് കൃത്യമായ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളും ഡിജിറ്റൽ തെളിവുകളും SFIO കണ്ടെത്തിയിട്ടുണ്ട്. ഈ ഔദ്യോഗിക കണ്ടെത്തലുകൾ മുൻനിർത്തിയാണ് ഇപ്പോൾ ED കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരം തുടർ നടപടികളിലേക്ക് കടന്നിരിക്കുന്നത്. ഞാനിപ്പോൾ വായിച്ചത് SFIOയുടെ കുറ്റപത്രത്തെ കുറിച്ചാണ്. നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും AIയിൽ പോയിട്ട് എന്താണ് SFIOയുടെ കുറ്റപത്രത്തിലുള്ളത് CMRL കേസുമായി ബന്ധപ്പെട്ട് എന്ന് പറഞ്ഞ് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് വായിക്കാവുന്നതാണ്. ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഇത് വളരെ നിസ്സാരപ്പെട്ട ഒരു സംഗതിയാണ്. പിണറായി വിജയൻ എന്ന് പറയുന്ന 80 വയസ്സിന് മുകളിലുള്ള ഒരു വ്യക്തിയെ, അതും കേരളം എന്ന ഇട്ടാവട്ടത്തിനകത്ത് മാത്രം നിൽക്കുന്ന ഒരു ഓഞ്ഞ പാർട്ടിയുടെ നേതാവിനെ കുടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ തളർത്താൻ വേണ്ടി മോദി ചെയ്യുന്നതാണ് എന്ന് നിങ്ങൾക്ക് ഇപ്പോഴും തോന്നുന്നുണ്ടോ? മോദിക്ക് പിണറായി വിജയനൊക്കെ ആരെങ്കിലും ആണോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. പിണറായി വിജയൻ ഇപ്പൊ എന്തു പവറാണുള്ളത്? അദ്ദേഹത്തിന് മലയാളം അല്ലാതെ മറ്റൊരു ഭാഷയിലും പ്രസംഗിക്കാൻ പോലും അറിയില്ല. കേരളത്തിലല്ലാതെ വേറെ ഏത് സംസ്ഥാനത്ത് പോയിട്ടാണ് ഇദ്ദേഹം CPMനെ പറ്റി അല്ലെങ്കിൽ CPMന് ഒരു വലിയ ബൂസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഇദ്ദേഹം പ്രവർത്തിക്കാൻ പോകുന്നത്? ഇദ്ദേഹത്തിന് അതിനുള്ള ആരോഗ്യവുമില്ല, കഴിവുമില്ല. ആകെ അദ്ദേഹത്തിനുള്ള കഴിവ് മിനിഞ്ഞാന്ന് കണ്ടതാണ്. ആളുകളെ ഇളക്കി വിട്ട് റോഡിലിറങ്ങി അരാജകത്വം സൃഷ്ടിക്കുക, സമരങ്ങൾ നടത്തുക, മനുഷ്യരുടെ സ്വസ്ഥ ജീവിതം ഇല്ലാതാക്കുക. അദ്ദേഹത്തിനെ സത്യത്തിൽ ഇവിടുത്തെ ജനങ്ങൾ തന്നെ തീർത്തു കഴിഞ്ഞു. 40 സീറ്റ് പോലും കൊടുക്കാതെ തോൽപ്പിച്ച് മൂലക്കിരുത്തിയ ഒരു വയോധികനെ ഇനി മോദിയും അമിത്ഷായും കൂടെ ചേർന്ന് തീർക്കണം എന്നാണോ പറയുന്നത്? മമതയെ ഭയന്നിട്ടില്ല, പിന്നെയാണോ പിണറായി വിജയൻ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കേസാണ്. വീണ വിജയന്റേത് ഇനി അറസ്റ്റിലേക്ക് നീങ്ങുന്ന ഒരു സംഗതി തന്നെയാണ്. ED ഇവരെ വിളിപ്പിക്കും, കൃത്യമായിട്ടുള്ള മൊഴിയെടുക്കും. അവിടെ നിന്നും ഇവര് സഹകരിക്കാതിരുന്നാലോ അല്ലെന്നുണ്ടെങ്കിൽ രേഖകളൊക്കെ സ്വാധീനിച്ചോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ നശിപ്പിക്കാൻ ശ്രമിച്ചാലോ ഇവർക്കെതിരെ അറസ്റ്റ് ഉണ്ടാവും. ഇനി ഇപ്പൊ അറസ്റ്റ് ചെയ്തില്ലെങ്കിലും ഈ കാര്യങ്ങൾ വളരെ കൃത്യമായി കോടതിയിൽ എത്തിയാൽ ഉറപ്പായും വീണ വിജയനെതിരെ അറസ്റ്റ് ഉണ്ടാകും. അന്നേരം നിങ്ങൾ എന്ത് ചെയ്യും സഖാക്കളെ? ഇപ്പോൾ നിങ്ങൾ പ്രതിരോധിക്കുന്നത് പിണറായി വിജയന് വേണ്ടി തന്നെയാണോ? ഈ എക്സാലോജിക്കിന്റെ അഡ്രസ് AKG ഭവനാണ്.
ഒരു പാർട്ടി മെമ്പർ പോലും അല്ലാത്ത വീണ വിജയന് എങ്ങനെയാണ് AKG ഭവന്റെ അഡ്രസ്സിൽ ഒരു ബിസിനസ് തുടങ്ങാൻ വേണ്ടി സാധിക്കുക? നിങ്ങൾക്ക് ആരെങ്കിലും സാധിക്കും? നിങ്ങളൊക്കെ കമ്മികളായിട്ടുള്ള കുറെ കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള ഒരുപാട് ആൾക്കാർ ഇവിടെ ഉണ്ടല്ലോ. നിങ്ങളുടെ മക്കൾക്ക് ഒരു ബിസിനസ് തുടങ്ങാനായിട്ട് AKG ഭവന്റെ അല്ലെങ്കിൽ ആ AKG സെന്ററിന്റെ അഡ്രസ്സ് തരൂ എന്ന് പറഞ്ഞാൽ അവർ സമ്മതിക്കുമോ? ഇതേ പിണറായി വിജയൻ തന്നെ സമ്മതിക്കുമോ? നിങ്ങൾക്കറിയാമല്ലോ, ബിനീഷ് കൊടിയേരിയെ അയാൾക്കെതിരെ വന്ന കേസുകളുടെ ആ ഒരു സംഭവത്തിന്റെ പേരിൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം പിണറായി വിജയന് വേണ്ടി അയാളുടെ മകൾക്ക് വേണ്ടി തെരുവിലിറങ്ങിയതിന്റെ പേരിൽ പാർട്ടി അംഗത്വം പുതുക്കി കൊടുത്തു കഴിഞ്ഞു പിണറായി വിജയൻ. ഞാൻ അന്ന് പറഞ്ഞത് തന്നെ ഇന്നും പറയുന്നു, CPM എന്നാൽ പിണറായി മാത്രമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ആ പാർട്ടി തകർന്ന് മണ്ണടിഞ്ഞ് കുഴിയിലേക്ക് ഇരിക്കുന്നത്. എന്തിന്റെ പേരിലാണെങ്കിലും മകൾ ചെയ്ത ഈ കുറ്റകൃത്യത്തെ വെളുപ്പിക്കാൻ ഈ വയോധികൻ കളിക്കുന്ന കളികളൊന്നും നിങ്ങൾ കാണാതെ പോകരുത്. ഇനി എന്ത് സംഭവിച്ചാലും, എന്തൊക്കെ കല്ലേറ് നേരിട്ടാലും, എത്ര പേരെ അടിച്ചു കൊല്ലാനായി ആളുകൾ നിരത്തിലിറങ്ങിയാലും നേരിട്ട് കൊണ്ട് തന്നെ ഈ കാര്യത്തിനൊരു തീരുമാനമുണ്ടാവും. കാരണം ഇപ്പോഴും കരിമണൽ ഖനനത്തിനെതിരെ സമരം ചെയ്തുകൊണ്ട് തീരദേശവാസികളായ ഒരുപാട് പാവങ്ങൾ റോഡിൽ കിടപ്പുണ്ട്. അവർക്ക് നീതി വേണ്ടേ? അവരുടെ കിടപ്പാടം മുതൽ എല്ലാം മാന്തിക്കൊണ്ടുപോകാൻ കരിമണൽ കർത്തയ്ക്ക് ലൈസൻസ് കൊടുക്കുകയാണ് പരിസ്ഥിതി വകുപ്പ് മന്ത്രി കൂടിയായ പിണറായി വിജയൻ അന്ന് ചെയ്തത്. ഇതൊക്കെയും മറച്ചു വെച്ചുകൊണ്ട് എന്ത് രാഷ്ട്രീയ വേട്ടയാണ് നിങ്ങൾ ആരോപിക്കുന്നത്? തീർച്ചയായും ഇതിനൊരു തീരുമാനം വേണ്ടേ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? തുടർന്ന് കാണുക പോളി ന്യൂസ്.